സാർ ഇതൊക്കെ ഉണ്ടാകുന്ന മേജറായിട്ടും നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാത്തോണ്ടാ. അപ്പോ ഞാൻ 10th കഴിഞ്ഞു, ബോർഡ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. മാം ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പാരന്റ്സ് അൺഎഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഉള്ള മേജർ ആയിട്ടുള്ള എല്ലാ പാരന്റ്സും അൺഎഡ്യൂക്കേറ്റഡ് ആണ്. ഡിജിറ്റൽ ഇഗ്നോറൻസ് അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് എല്ലാവർക്കും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പൊ അതറിയാത്ത കുറെ പാരന്റ്സ് ഉണ്ടാവും. സ്വാഭാവികമാണ്. അപ്പൊ സാറ് പറഞ്ഞു നമുക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ബേസ് ക്രിയേറ്റ് ആണെങ്കിൽ ഇപ്പൊ എനിക്ക് മൊബൈൽ എടുക്കാൻ തുടങ്ങിയത് ഇത് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയോണ്ട് മാത്രം. അതുവരെയും എനിക്ക് എന്റെ പാരന്റ്സ് ഫോൺ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അവര് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ നമ്മുടെ പാരന്റ്സിന്റെ മിററാണ്, അവര് ചെയ്യുന്നതല്ലേ നമ്മളും ചെയ്യുള്ളൂ. അപ്പൊ പാരന്റ്സിന് എന്ത് ചെയ്യാന്ന് അറിയുന്നു. ഇപ്പൊ നമ്മുടെ കോൺവെർസേഷൻ സ്കില്ല് കുറയുന്നുണ്ട്. നമ്മുടെ പാരന്റ്സ് നമ്മളോട് സംസാരിക്കണം. അത് ചെയ്താലേ നമുക്ക് തിരിച്ചുണ്ടാവുള്ളൂ. അപ്പൊ അത് വലിയ ഡിഫക്റ്റ് അല്ല. അത് പാരന്റ്സ് എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയണം. ഇപ്പോ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഏജ് നോക്കി, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യേണ്ട ഏജ് അതിൽ തന്നെ പ്ലേ സ്റ്റോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനടിയിലുള്ളവര് അത് ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പാരന്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്വയം മനസ്സിലാക്കാം. എന്തായാലും അമിതമായാൽ അമൃതവും വിഷമാണ്. അപ്പം നമുക്കിപ്പം കാണുന്നുണ്ട് ChatGPT പോലുള്ള ഇതൊക്കെയുണ്ട്. അപ്പം ChatGPTക്കകത്താണെങ്കിൽ ഇപ്പം ഈവൻ അഡൽട്സ് ആണെങ്കിൽ പോലും, പിള്ളേരുടെ കാര്യം വിടട്ടെ, അഡൽട്സ് ആണെങ്കിൽ പോലും നമ്മളൊരു മെയിൽ അയക്കണമെങ്കിൽ ജസ്റ്റ് പ്രോംപ്റ്റ് ChatGPT ഇട്ട് കൊടുക്കുക. നമുക്ക് പ്രോപ്പർ പൊളൈറ്റ് ഫോമിൽ വേണോ അല്ലെങ്കിൽ നല്ല ഹാഷായിട്ട് വേണോ എന്നൊക്കെ ആ ടോൺ കൊടുത്താൽ, അപ്പോഴേ പ്രോംപ്റ്റ് കൊടുത്താലേ അതേ രീതി വരും. ഇപ്പം നമ്മുടെ ബ്രെയിൻ, ഈ അഡൽട്സിന്റെ പോലും ബ്രെയിൻ ഒന്ന് തിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു പരിധി വരെ നമുക്ക് അതിനെ ഉപയോഗിക്കാം, യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ അധികമായാൽ നമ്മൾ ഇനി വരാൻ പോകുന്ന തലമുറ നമ്മൾ ചിന്തിക്കുന്നിടത്തോളം അതിന്റെ അപ്പുറത്തെ ഒരു ദോഷം അനുഭവിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.